പൂസാകാൻ മദ്യം തന്നെ വേണോ? അതില്ലാതെ നമുക്ക് പൂസാകാൻ പറ്റില്ലേ എന്നുള്ളത് ദൈവവചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു മകൻ വന്ന് അവൻ്റെ അപ്പൻ ക്യാൻസറായിട്ടിരിക്കുക, അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പനെ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലക്ഷ്യത്തോടെ എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ ലോഹയൊക്കെ ഇട്ട് പിന്നെ പുരട്ടി പ്രാർത്ഥിക്കാനുള്ള അഭിഷേക തൈലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. കുമ്പസാരിപ്പിക്കണമെങ്കിൽ കുമ്പസാരിപ്പിക്കാം, കൗൺസിലിംഗ് വേണമെങ്കിൽ അത് കൊടുക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ. കാരണം ഒരു ക്യാൻസർ രോഗിയാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു മുറിയിലേക്ക് കയറ്റിയിരുത്തി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അകത്തോട്ട് പോയി അപ്പനോട് ഈ കാര്യം പറഞ്ഞു. ഉടനെ അപ്പൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞൊരു കാര്യം എനിക്കിപ്പുറത്തുനിന്ന് കേൾക്കാം. മകനോട് അപ്പൻ പറഞ്ഞൊരു കാര്യം, എടാ ഈ ജാതിക്കാരെ ഈ പെരയ്ക്കകത്ത് കയറ്റരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഏത് ജാതിക്കാരാ? അച്ഛന്മാരെ. അതാണ് അപ്പൻ മകനോട് പറഞ്ഞത്. ഞാനിത് കേട്ടപ്പോഴേ എനിക്ക് ഇത്തിരി പേടിയായി. ഞാൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പുറത്തിറങ്ങി. ഇത് കഴിഞ്ഞ് മകൻ വന്ന് സോറിയൊക്കെ പറഞ്ഞ് ഞാൻ പോരുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ അപ്പൻ തന്നെ ആവശ്യപ്പെട്ടു അച്ഛനെ വിളിക്കാൻ. ആ വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഫലമണിഞ്ഞതാണ് അവിടെ എടുത്തു കാണിച്ചത്. ചെന്നപ്പോൾ ചില കാര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്നും മനസ്സിലാക്കിയൊരു കാര്യം. പക്ഷെ എനിക്ക് ഈ മദ്യപാനം അതുമൂലം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏക ആഗ്രഹം മരണം വരെ പൂസായിട്ട് എനിക്ക് കഴിയണം. എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തിരുന്ന നിർദ്ദേശം, നിങ്ങൾ മരുന്ന് തന്നില്ലേലും കുഴപ്പമില്ല, ഭക്ഷണം തന്നില്ലേലും കുഴപ്പമില്ല, എനിക്ക് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും എനിക്ക് എൻ്റെ ആവശ്യമില്ല, പക്ഷെ എനിക്ക് എല്ലാ ദിവസവും കുടിക്കാനുള്ള മദ്യം തരണം. എന്നെങ്കിലും ഈ രോഗം കാരണം എഴുന്നേറ്റ് എനിക്ക് എടുത്തു കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ നീ എൻ്റെ വായിലേക്ക് അല്പാൽപ്പം ഒഴിച്ചു തരണം. ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ ആഗ്രഹം, എൻ്റെ ചിരകാല അഭിലാഷം എന്ന് പറയുന്നത് മരിക്കുമ്പോഴും അപ്പൂസായിട്ട് തന്നെ ആ ഒരവസ്ഥയിൽ എനിക്ക് മരിക്കണം. ഈ മദ്യപാന ചിന്ത തലയ്ക്ക് പിടിച്ചാൽ, മദ്യപാനം നമ്മെ അടിമയാക്കിയാൽ ഏതറ്റം വരെ നാം പോയിരിക്കും എന്നുള്ളതാണ് ഈ വ്യക്തിയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇത്രയും രോഗാവസ്ഥയും ഇത്രയും പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിലേക്ക് വന്നിട്ടും അനുദപിക്കണം, നന്നായിട്ട് ജീവിക്കണം, കുടുംബത്തിനൊരു ഐശ്വര്യമായിട്ട് മാറണം, സ്വർഗത്തിൽ പോകണം, ഇതൊന്നുമല്ല. മരണം വരെ, മരിക്കുന്ന സമയം വരെ എനിക്ക് പൂസായിട്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകണം. അത്രയും ഒരു ആഗ്രഹം കൊണ്ട് ഒരു കൊച്ചു ലോകത്തിലേക്ക് ഒതുങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് ഈ മനുഷ്യൻ എന്നെനിക്ക് മനസ്സിലായി. ഇവിടെ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടത്തിക്കൊണ്ട് പോകേണ്ട ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. ശരിക്കും പൂസാകാൻ മദ്യം തന്നെ വേണോ? ഇതില്ലാതെ നമുക്ക് പൂസായിട്ട് ജീവിക്കാൻ പറ്റിയാലേ. പൂസാകുക എന്ന് പറഞ്ഞാൽ ഉന്മത്തത. ഈ ഉന്മത്തത കൈവരിക്കാൻ നമുക്ക് ഡ്രഗ്സും കള്ളും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ വേണോ? വേണ്ട എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വേണമെങ്കിൽ നമുക്ക് മദ്യത്താൽ പൂസാകാം. അതുകൊണ്ടാണ് എഫേസ്യസ് 5:17-18 വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, കാരണം അതിൽ ദുരാസക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ വീഞ്ഞു കുടിച്ച് നമുക്ക് ഉന്മത്തരാകാം, വീഞ്ഞു കുടിച്ച് പൂസായിട്ട് നമുക്ക് നടക്കാം. ഈ മനുഷ്യനെ പോലെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, എനിക്കെപ്പോഴും ആ ഒരു പൂസായ അവസ്ഥ, അതിൻ്റെ ലെവൽ കുറയുമ്പോഴേ പോയി എടുത്തു കുടിച്ച് വീണ്ടും ആ ലെവൽ കയറ്റുന്നവരെ കാണാൻ പറ്റും. അങ്ങനെ സദാ പൂസായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള ചിലർ പോയി അവസാനം മദ്യപാനവും മാനസിക രോഗവും കൂടെ മിക്സ്ഡായിട്ട് വന്നിരിക്കുകയാണ്. ആർക്കും അവരെ രക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അത് വരാതിരിക്കാൻ നമുക്ക് ബോധമുള്ളപ്പോൾ, ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ തക്ക സമയത്ത് നമ്മൾ എടുക്കണം. യെശയ്യാ 5 ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 5:11 മുതൽ വായിക്കുമ്പോൾ ലഹരി പാനീയങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച്, രാത്രി മുഴുവൻ കുടിച്ചിരിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ കുടിക്കാൻ വേണ്ടി അതിരാവിലെ ഉണരുന്നവർ, ചില ബാറിൻ്റെയൊക്കെ മുമ്പിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, രാവിലെ തന്നെ ചിലർ വന്ന് അവിടെ ഇരിക്കുക. കാരണം ഇത് തുറക്കുമ്പോഴേ കയറി ആ മദ്യം വാങ്ങിക്കാൻ വേണ്ടി അത്രമാത്രം മദ്യത്തിൻ്റെ അടിമത്വത്തിൽ കഴിയുന്ന വ്യക്തികളെ നാം കണ്ടെന്ന് വരും. യെശയ്യാ 5:22 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, വീഞ്ഞു കുടിക്കുന്നതിൽ ബിരുദന്മാരായിട്ടുള്ളവരുണ്ട്, അവർക്ക് ദുരിതം. വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, പല ടൈപ്പ് മദ്യം മിക്സ് ചെയ്ത് അങ്ങനെ മദ്യപിക്കുന്ന, അതിനകത്ത് എക്സ്പേർട്ടായിട്ടുള്ള ചില വ്യക്തികൾ, മിക്സിങ്, ഇങ്ങനെയുള്ളവർക്ക് ദുരിതം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. ഇനി അവർക്ക് ഉണ്ടാകാവുന്ന ചില കാര്യങ്ങൾ തുടർന്ന് വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വേര് ജീർണിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ കുടുംബം ക്ഷയിക്കാതിരിക്കുമോ? നമ്മുടെ മക്കൾക്ക് അതിൻ്റെതായിട്ടുള്ള ക്ഷീണം വരാതിരിക്കുമോ? നിങ്ങളുടെ വേര് ജീർണിക്കും. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, തീനാളത്തിൽ വൈക്കോൽ എന്നതുപോലെ നീ കത്തിച്ചാരമാകും. വൻ നാശമാണ് ഇതുമൂലം നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്നത് എന്നത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മദ്യപാനത്തിൻ്റെ പിടിയിൽ അമർന്ന് ഇന്ന് ഓരോരുത്തരും ചെയ്തു കൂട്ടുന്ന ക്രൂര വിനോദങ്ങൾ, അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട്.
അവരുടെയൊക്കെ കൂടെ ജീവിക്കുന്നവരുടെ ഒരു അവസ്ഥ. ഒരാളെ കുറിച്ച് പറഞ്ഞാണ്, അവന് കുടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഭാര്യയും നല്ല ഭാര്യയായിട്ട് നല്ല വ്യക്തിയായിട്ട് കാണുന്ന വ്യക്തിയാണ്. മദ്യപിച്ചു പോയാൽ പിന്നെ ഭാര്യ വേശ്യ. അവൾ മാത്രമല്ല, അവളുടെ അമ്മയുടെ അമ്മ, എല്ലാവരും വേശ്യ എന്നാണ് പറഞ്ഞത്. മദ്യപിച്ചാൽ ചില വിചിത്ര കാഴ്ചകൾ നീ കാണും. അതുപോലെ തന്നെ നിന്റെ ജൽപ്പനം അതനുസരിച്ചായിരിക്കും. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം ഒന്ന് വായിക്കുമ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് വിചിത്ര കാഴ്ചകൾ, അതുപോലെ തന്നെ ചില ജൽപ്പനങ്ങൾ അതിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടാകുന്നത്. ഈ മനുഷ്യൻ ഭാര്യ വേശ്യ എന്ന് പറയാനുള്ള കാരണം ഭാര്യയുടെ അമ്മയുടെ അമ്മയും ഒക്കെ വേശ്യകളാണ് എന്നുള്ളതാണ് ഈ മനുഷ്യൻ കുടിച്ച് പൂസായ പിന്നെ പറയുക. പൂസ് ഇറങ്ങിക്കഴിയുമ്പോൾ ഒന്ന് ചോദിച്ച്, ഞാനെങ്കിൽ അങ്ങനെയൊക്കെ പറയുമോ എന്ന് പോലും പുള്ളി പറഞ്ഞ് ന്യായീകരിക്കും. പറയുന്നുണ്ട്, മദ്യപാനം മൂലം ഉണ്ടാകാവുന്ന അവസ്ഥകൾ. വേറൊരു മനുഷ്യൻ്റെ കാര്യം പറഞ്ഞത്, പുള്ളി പൂസായ പിന്നെ പുള്ളിക്ക് ഒരു ചിന്തയുള്ളൂ, പുള്ളിക്ക് ഭാര്യയുടെ കുറച്ച് തുണിയെടുക്കും, അതുകൊണ്ട് മുറ്റത്തിടും, തീ കത്തിക്കും, എന്നിട്ട് അതിൻ്റെ സൈഡിലിരുന്ന് തീ കായും. അത് കത്തിത്തീരുമ്പോൾ പുള്ളി പോകും, പിന്നെ അടുത്ത ബാച്ച് കൊണ്ടുവരാൻ വേണ്ടി. എന്തൊരു സ്വഭാവമാണെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുന്നത് തന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. വേറൊരു വ്യക്തി, അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടറാണ്. അങ്ങനെയായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം മദ്യപാനത്തിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രാക്ടീസിൽ ശ്രദ്ധിക്കാൻ പറ്റണ്ടായി. ഒരു നിർബന്ധം പുള്ളിക്കുണ്ടായിരുന്നു, അത്താഴം നന്നായിരിക്കണം. കാരണം ഈ അത്താഴം കഴിക്കുമ്പോൾ നല്ലപോലെ മദ്യപിച്ച് നല്ലപോലെ ഫുഡും കഴിച്ച് ചില ദിവസമൊക്കെ ബെഡ്റൂമിൽ പോകാറില്ല, അവിടെ തന്നെ തലവെച്ച് കിടക്കും. വേണേൽ ഭാര്യ രാവിലെ വന്ന് നോക്കുമ്പോൾ അവൾ ഉണ്ടാക്കാത്ത ചില ഐറ്റംസൊക്കെ ടേബിള് എന്താ ഛർദ്ദിച്ചിട്ടത്. എന്തൊരവസ്ഥ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഇനി ഒരിക്കൽ ഈ മനുഷ്യൻ പൂസായി അദ്ദേഹം ഒരു വിധത്തിൽ പുള്ളിയുടെ ബെഡ്റൂമിൽ ചെന്നു. കിടന്നു കഴിഞ്ഞപ്പോൾ ഫുൾ പൂസ. പുള്ളിക്കൊരു ചിന്ത, യൂറിൻ പാസ് ചെയ്യുക. ആ പുള്ളി ഈ പൂസിൽ എഴുന്നേറ്റ് നിന്നു കട്ടില്. എന്നിട്ട് പുള്ളി ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞാനിപ്പോൾ നടന്ന് ബാത്റൂമിൻ്റെ അവിടെ വന്നു, ഇനി അതിനകത്ത് കയറി പുള്ളിയേക്കാം. ഈ മനുഷ്യൻ യൂറിൻ പാസ് ചെയ്യുക. ഈ ശബ്ദം കേട്ടോണ്ടാണ് ഭാര്യ, പെട്ടെന്ന് ഉറങ്ങിക്കിടന്ന ഭാര്യയാണ്, ചാടി എഴുന്നേറ്റു. നോക്കിയപ്പോൾ ഈ മനുഷ്യൻ തൂണ് പോലെ ഈ കട്ടിലെ നിൽക്കുക. എന്നിട്ട് താഴേക്ക് ആ മൂത്രം ഒഴിച്ച് അവൾ അവിടെ കിടന്ന് വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇത് എന്തൊരവസ്ഥ, എത്ര നാളായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്, എന്നാണ് ഇതിനൊരു അറുതി. ഇത് കേട്ട് പെട്ടെന്ന് പുള്ളിക്കൊരു തിരിച്ചറിവുണ്ടായി. ബാത്റൂമല്ല, പുള്ളി കട്ടിലെ തന്നെ നിന്നാണ് ഈ കാര്യം ചെയ്യുന്നത്. അവർ പറഞ്ഞു, ഞാൻ പിള്ളേരെ വിളിക്കാൻ പോവാണ്, അവർ വന്ന് കാണട്ടെ. അപ്പം കാണിച്ചു കൂട്ടുന്നത് ഉടനെ പുള്ളിയുടെ പകുതി പൂസ് പോയി. അതൊന്നും വേണ്ട, ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരു പഴയ തുണിയൊക്കെ എടുത്ത് നിലത്ത് മുട്ടുകുത്തി പുള്ളി യൂറിൻ പാസ് ചെയ്തത് അത് ഒപ്പിയെടുക്കുക. പ്രിയപ്പെട്ടവർ, ഇതുപോലത്തെ തറ പ്രവർത്തികൾ പലതും നാം ചെയ്തു പോയെന്ന് വരും. മദ്യപാനത്തിൻ്റെ ആ ഒരു അടിമത്തത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മദ്യം കൊണ്ടുള്ള ആ ഉന്മത്തത എൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലാതെ നമുക്ക് ഉന്മത്തരാകാം. മറ്റൊരു ഉന്മത്തതയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, അതും അപകടകാരിയാണ്. 2 മക്കബായർ 5-ാം അധ്യായം എടുക്കുമ്പോൾ 21-ാമത്തെ വചനം. അഹങ്കാരം കൊണ്ട് ഉന്മത്തനായ അന്ത്യോക്കസ് ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് വേണമെങ്കിൽ കടലിലൂടെ ഓടാം, കരയിലൂടെ നീന്താം. അഹങ്കാരം മുറ്റിയാൽ ഇങ്ങനത്തെ ചില ഫാൻസി ഐഡിയാസ് ഒക്കെ നമ്മുടെ തലയ്ക്കകത്ത് കയറിയെന്ന് വരും. ഇനി 3-ാമത്തെ ഉന്മത്തത, അതാണ് നല്ലത്, അത് നമുക്കാകാം, അതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അതില്ലാതെ വരുമ്പോഴാണ് മറ്റ് ഉന്മത്തതകൾ നമ്മെ പിടികൂടുക. 3-ാമത്തേതാണ് ആത്മീയ ഉന്മത്തത. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദ്യത്തെ പെന്തക്കോസ്ത. അവിടെ ആ പരിശുദ്ധാത്മാവിനാൽ ഉന്മത്തരായി കഴിഞ്ഞപ്പോൾ അവർ നടത്തിയ പ്രാർത്ഥനകൾ കണ്ടിട്ട് ചിലർ പറഞ്ഞു, ഇവര് രാവിലെ തന്നെ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മദ്യത്താൽ ഉന്മത്തരാകുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഉന്മത്തരാകാൻ പറ്റും. യെശയ്യായുടെ പുസ്തകം 29 9-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉന്മത്തരാകണം, പക്ഷെ അത് വീഞ്ഞുകൊണ്ടാകരുത്. നിങ്ങൾ ആടി നടക്കണം, അത് മദ്യപിച്ചിട്ടാകരുത്. എന്താ അത് സൂചിപ്പിക്കുക? മദ്യപിക്കാതെ നമുക്ക് ഉന്മത്തരാകാനും ആടി നടക്കാനും പറ്റും. ഈ ഉന്മത്തതയാണ് നല്ല ഉന്മത്തത. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. നമുക്ക് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി മാറാം. ഇങ്ങനെയുള്ളവരെ നമ്മൾ ദത്തെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ കൃപ ഒഴുകി വരുന്നത്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ
ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.